ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്രിസ്റ്റൽ ലാറ്റിസ് ട്രാൻസ്ലേഷൻ വെക്റ്റർ ആണ്. അപ്പോൾ അതിന് ആദ്യം എന്താണ് സ്പേസ് ലാറ്റിസ് എന്ന് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിനെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള പോയിൻറ്റ്സുകളായിട്ട്, അതായത് ജോമെട്രിക്കൽ പോയിൻറ്റ്സുകളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിൻ്റെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് സ്പേസ് ലാറ്റിസ് അഥവാ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ സ്പേസ് ലാറ്റിസിലുള്ള ഏതൊരു പോയിൻ്റ് കൺസിഡർ ചെയ്താലും അതിൻ്റെ സറൗണ്ടിങ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഈ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഫിനിറ്റ് അറേ ഓഫ് പോയിൻറ്റ്സ് ആണ്, അതായത് ഇൻഫിനിറ്റ് അറേ ഓഫ് പോയിൻറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ സറൗണ്ടിങ്സ്, ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതെന്ന് പറയുന്നത് ഒരു 2D ലാറ്റിസ് ആണ്. അപ്പോൾ ഈ 2D ലാറ്റിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലാറ്റിസ് പോയിൻ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു അനദർ പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അവിടെ നിന്ന് സെയിം ഡയറക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടുത്തൊരു പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ. സ്പേസ് ലാറ്റിസിലെ ഏതൊരു പോയിൻ്റ്, ഓരോ പോയിൻറ്റും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ച് സ്പേസ് ലാറ്റിസിലെ ഏതൊരു പോയിൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രാൻസ്ലേഷൻ ഓപ്പറേഷനെ നമുക്ക് ടി എന്ന് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ടി എ പറയുന്ന പേര് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ വെക്റ്റർ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ വെക്റ്റർ എന്നാണ് നമ്മൾ ടി എ പറയുന്നത്. നമ്മൾ ഏതൊരു ലാറ്റിസ് കൺസിഡർ ചെയ്താലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 3 ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് ഉണ്ട്. അതിനെ എ, ബി, സി എന്ന് ഡിനോട്ട് ചെയ്യാം, ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റർ. ഈ ഒരു ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സിൻ്റെയും ആർബിട്രറി ഇൻറ്റീജേഴ്സിൻ്റെയും ടേമിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടി എ n1a പ്ലസ് n2b പ്ലസ് n3c എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു n1a പ്ലസ് n2b പ്ലസ് n3c. ഇവിടെ a1ഉം ഇവിടെ എയും ബിയും സിയും എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റർ. n1 n2 n3 എന്ന് പറയുന്നത് എന്താണ്, ആർബിട്രറി ഇൻറ്റീജേഴ്സ് ആണ്. ആർബിട്രറി ഇൻറ്റീജേഴ്സ് ആണ് n1 n2 n3 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ എ ബി സിക്ക് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് കൂടാതെ മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. ഒന്ന് ക്രിസ്റ്റൽ ആക്സിസ്, 2 എന്ന് പറയുന്നത് ബേസിസ് വെക്റ്റേഴ്സ്. അപ്പം ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റർ എന്ന് പറഞ്ഞാലും ക്രിസ്റ്റൽ ആക്സിസ് എന്ന് പറഞ്ഞാലും ബേസിസ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്, എ ബി സി, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലാറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വെക്റ്റേഴ്സാണ്. അതാണ് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നത് ഒരു 2D ലാറ്റിസ് ആണ്. ഈ ഒരു ലാറ്റിസ് പോയിൻറ്റിൻ്റെ പൊസിഷനാണ് R. ഈ ലാറ്റിസ് പോയിൻറ്റിൻ്റെ, അതായത് അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ലാറ്റിസ് പോയിൻറ്റിൻ്റെ പൊസിഷനാണ് R' എന്ന് പറയുന്നത്. A1ഉം B1ഉം ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സാണ്. നമ്മൾ ഓരോ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് എടുത്തത്. അപ്പം ആദ്യം ഈ ഒരു ബ്ലൂ ഫിഗറിലുള്ള ഇത് കൺസിഡർ ചെയ്യുക. R എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് R' എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ടി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് R' R പ്ലസ് ടി എന്ന് എഴുതാം. അതായത് ദസ് ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ ടി ക്യാൻ അപ്ലൈ ടു ദ പോയിൻറ്റ് R ടു റീച്ച് ദ പോയിൻറ്റ് R'.
then we can write r dash is equal to r plus t. അതായത് r എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമ്മളൊരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ r dash എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് r dashനെ എങ്ങനെ എഴുതാം? r dash is equal to r plus t. ഓക്കെ, ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ വെക്റ്റർ അഥവാ സിംപ്ലി ട്രാൻസ്ലേഷണൽ വെക്റ്റർ എന്ന് പറയാം. ട്രാൻസ്ലേഷൻ വെക്റ്റർ മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോൺ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ വെക്റ്ററും, 2 പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ വെക്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ടിയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ടി ഈസ് ഈക്വൽ ടു n1, അതായത് ട്രാൻസ്ലേഷൻ വെക്റ്റർ is equal to n1a plus n2b plus n3c. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് ആണ്. n1 n2 n3 എന്ന് പറയുന്ന ആർബിട്രറി ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ n1 n2 n3 എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വെക്റ്ററാണ് ട്രാൻസ്ലേഷണൽ വെക്റ്റർ. പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്റ്റർ എന്നാണ് പറയുന്നത്. n1 n2 n3 ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ടി എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് ആയിരിക്കും. n1ഉം n2ഉം n3യും ഇൻറ്റീജേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ നോൺ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് എന്ന് പറയും. നമ്മളിപ്പോൾ 2D ലാറ്റിസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ടി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ടി എന്ന് പറയുന്നത് n1a പ്ലസ് n2b. കാരണം 3 ഡയമെൻഷനിലാണ് n3cയുടെ കൺസ്ട്രെയിൻറ്റ്. 2D സ്പേസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് n1a പ്ലസ് n2b മാത്രം എന്ത് ചെയ്താൽ മതി? ടിക്ക് കൺസിഡർ ചെയ്താൽ മതി. ഇനി പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്റ്ററിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 2D ലാറ്റിസ് ഫിഗറിലെ a1ഉം b1ഉം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് നോക്കുക. ബ്ലൂ കളറിലാണ് ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് 2 കേസും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് 2 കളേഴ്സിൽ കൊടുത്തേക്കുന്നത്. ഒന്ന് ബ്ലൂ ഇങ്കും ഒന്ന് റെഡ് ഇങ്കും. അപ്പം ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് a1ഉം b1ഉം ആണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോയിൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പോർഷനിൽ കൺസിഡർ ചെയ്തേക്കുന്നു. അപ്പോൾ a1ഉം b1ഉം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്റ്റേഴ്സ് ആണ്. നമുക്കപ്പോൾ ആർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് ആർ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് റീച്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ എന്ന് നോക്കാം. ആർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ആർ ഡാഷിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ a1ഉം b1ഉം ഉപയോഗിച്ചിട്ട് ഒരു പാരലൽ പൈപ്പ് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫിഗർ നോക്കിയാൽ അറിയാം. പിന്നെ ഫെർദർ a1ൻ്റെ മൂവ്മെൻറ്റ്സ് ഫ്രണ്ടിലോട്ടില്ല. അപ്പോൾ നമുക്ക് a1 എന്ന് പറയുന്ന വെക്റ്റർ ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ ആവശ്യമില്ല. ഫർദർ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ആർ ഡാഷിലോട്ട് എത്താനായിട്ട് എന്താണ്? ഇവിടെ ഒരു ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ ഉണ്ട്. അതാണ് ഫിഗറിൽ നമുക്ക് കാണാം. ഈ ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് b1 എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ ഈ ഒരു പോയിന്റിൽ ആർ എന്ന് പറയുന്ന പോയിന്റിൽ നടത്തി കഴിഞ്ഞാൽ അതെവിടെ എത്തും? ആർ ഡാഷിലോട്ട് എത്തും. നമുക്ക് ആർ ഡാഷ്, അപ്പോൾ ആ ഒരു ടി എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നമ്മൾ അവിടെ നടത്തി കഴിഞ്ഞാൽ ആറിൽ നിന്ന് ആർ ഡാഷിലോട്ട് എത്തും. അപ്പോൾ അവിടെ ഏത് ട്രാൻസ്ലേഷൻ വെക്റ്ററാണ് ആക്ട് ചെയ്തത്? b1 എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ വെക്റ്ററാണ് അവിടെ ആക്ട് ചെയ്തത്. b1 എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ വെക്റ്ററാണ് ആക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ടി. അങ്ങനെയാണെങ്കിൽ ആർ പ്ലസ് a1 ഫെർദർ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ 0a1 പ്ലസ് 1b1 ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? b1 ആറിൽ നിന്ന് ആർ ഡാഷിലോട്ട് റീച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ട്. അപ്പം 0a1 പ്ലസ് 1b1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ വെക്റ്ററിന് ടി ഈസ് ഈക്വൽ ടു 0a1 പ്ലസ് 1b1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ n1ഉം n2 നമ്മൾ കൺസിഡർ ചെയ്താൽ അറിയാം. ഇവിടെ ട്രാൻസ്ലേഷൻ വെക്റ്റർ ടി 0a1 പ്ലസ് 1b1 ആണ്. അങ്ങനെയാണെങ്കിൽ n1 ഇസ് ഈക്വൽ ടു 0 ആൻഡ് n2 ഈക്വൽ ടു 1. അപ്പോൾ n1 n2 നമുക്ക് ഇൻറ്റിജേഴ്സ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു കേസിൽ ടി എന്ന് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്റ്ററാണ് ടി എന്ന് പറയുന്നത്. ഇനി
രണ്ടാമത്തെ കേസ് നോക്കാം. അതായത് നോൺ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ വെക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 4 ലാറ്റിസ് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണിത്. അപ്പോൾ നമ്മൾ ഇതൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് A2. അപ്പോൾ ഈ ഒരു ലാറ്റിസ് പോയിൻറ്റിനെ കൺസിഡർ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഹാഫ് A2 ആണ്. ഈ ഒരു ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് B2. അപ്പോൾ ഇതൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് B2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് കേസ് നോക്കാം. അപ്പോൾ ഇവിടെ A2-ഉം B2-വുമാണ് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്ടേഴ്സ്. അപ്പം നമുക്ക് R' എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ റീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ R' എത്താൻ വേണ്ടിയിട്ട് A2-ൻ്റെ പോർഷനും അതായത് B2-ൻ്റെ പോർഷനും ഉപയോഗിച്ച് ഒരു പാരലൽ പൈപ്പ് പോലെ ജോയിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം A2 എന്ന് പറയുന്നത് ഫർദർ ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ A2 ഇത്രയാണ് A2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് മൂവ് ചെയ്തത്. അപ്പോൾ എന്താണ് അവിടെ ഹാഫ് A2. അപ്പോൾ ട്രാൻസ്ലേഷൻ നടന്നത് എത്രയാണ്, ഹാഫ് A2 ആണ്. ഇനി ടോപ്പ് എൻഡിലോട്ട് അല്ലെങ്കിൽ ആ B2-ൻ്റെ അതേ ഡയറക്ഷനിലോട്ട് ടോപ്പിലോട്ട് R' എത്താനായിട്ട് എത്ര മൂവ് ചെയ്യണം? ഇതുകൊണ്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് B2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഹാഫ് B2 ആയിരിക്കും. അപ്പോൾ ഹാഫ് B2. അപ്പം ട്രാൻസ്ലേഷണൽ വെക്ടർ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയത് എന്താണ്, T ഈസ് ഈക്വൽ ടു ഹാഫ് A2 പ്ലസ് ഹാഫ് B2. സെക്കൻഡ് കേസിൽ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് ഹാഫ് A2 പ്ലസ് ഹാഫ് B2. അപ്പോൾ R' നമുക്ക് R+T എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ R പ്ലസ് ഹാഫ് A2 പ്ലസ് ഹാഫ് B2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം R'-നെ. ഇവിടെ T ആണ് എന്തെന്ന് പറയുന്നത്, ഹാഫ് A2 പ്ലസ് ഹാഫ് B2. ഇവിടെ N1 എന്ന് പറയുന്നത് ഹാഫും N2 എന്ന് പറയുന്നതും ഹാഫാണ്. ഇവിടെ രണ്ടും എന്താണ്, രണ്ടും ഇൻറ്റിജേഴ്സ് അല്ല. N1-ഉം N2-ഉം ഇൻറ്റിജേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ T എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു നോൺ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്ടർ ആണ് ഈ കേസിൽ എന്ന് പറയാം. അപ്പോൾ രണ്ട് ടൈപ്സ്, അതായത് ഹെൻസ് ദർ ആർ 2 types of translational vectors ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ N1 ആൻഡ് N2 N3. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേഷണൽ വെക്ടേഴ്സിനെ രണ്ടായിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്യാം, പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്ടേഴ്സ് ആൻഡ് നോൺ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷണൽ വെക്ടർ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ.